നമ്മളുടെ GSKയുടെ മലയാളം പരിപാടിയുടെ ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വർഗീസ് ഡോക്ടർ ക്ലാസ് ഹലോ, കേൾക്കാവോ? കേൾക്കാം സാർ. ആ അപ്പൊ ഇതിനകത്ത് ഞാൻ പലപ്പോഴും ഇതിനകത്ത് വരുന്നവരുടെയും കൂടെ നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാർട്ടിസിപ്പന്റിനെയും കൂടെ നോക്കാനായിരുന്നു ഇരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഒരു പ്രോഗ്രാം ഇതിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. വർഗീസ് ഡോക്ടർ ഒരു 4-5 ക്ലാസ് എടുത്തു. ഇന്ന് എൻ്റെ 4ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ അതിനിടയിൽ സാധാരണഗതിയിൽ നമുക്കൊരു 20-25 പേരൊക്കെയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ എന്താണെങ്കിലും ഒരു പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടായി. പുതിയൊരു ഗ്രൂപ്പ് ശരിക്കും ഇന്നലെയാണ് ഉണ്ടാക്കിയത്. ഒറ്റ ദിവസം കൊണ്ട് ഇന്നിപ്പോൾ 89 പേര് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ട്. 89 പേര് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് പേര് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പം വളരെ ഗൗരവമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ക്ലാസ്സുകൾ ഇനി മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത് പോലെ തന്നെ സാധാരണഗതിയിൽ എല്ലാവരും ഹോമിയോപ്പതിക് ആസ്പെക്റ്റും അല്ലെങ്കിൽ കൺഫ്ലിക്റ്റിനെ പറ്റി മാത്രമാണ് എല്ലാവരും പറയണം എന്ന് പറയുന്നത്. കൺഫ്ലിക്റ്റ് അഥവാ സംഘർഷം, ജീവിത സംഘർഷം ഹോമിയോപ്പതി ആസ്പെക്റ്റിൽ കൺഫ്ലിക്റ്റുകൾ മാത്രം. പക്ഷെ ശരിക്കും GSK അല്ലെങ്കിൽ GNM കൺഫ്ലിക്റ്റ് മാത്രമല്ല അതിനകത്തുള്ളത്. പലപ്പോഴും നമ്മൾ അതിന്റെ 5 ജൈവിക നിയമങ്ങളെ പറ്റി കഴിഞ്ഞ കുറെ നാള് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. വർഗീസ് ഡോക്ടർ അതിനെപ്പറ്റി നല്ല കൃത്യമായ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 4ാമത്തെ നിയമത്തെ പറ്റിയാണ് ക്ലാസ് എടുത്തത്. അപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് 5 നിയമങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം. ആദ്യത്തെ നിയമമാണ് ഫസ്റ്റ് ബയോളജിക്കൽ ലോ ഓഫ് നേച്ചർ ആണ് ദ കൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രോഗങ്ങളും ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാമുകളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളുടെ ഫലമായിക്കൊണ്ടാണ് സംഘർഷങ്ങളുടെ ഫലമായിക്കൊണ്ട് അയാളുടെ സൈക്കിലും ബ്രെയിനിലും അവയവത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് കൺഫ്ലിക്റ്റ് എന്ന വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. സാധാരണഗതിയിൽ നമുക്ക് മനസ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ ടെൻഷൻ എന്ന വാക്കുകൾ കൊണ്ടും ശരീരത്തിനുണ്ടാകുന്ന വാക്കുകളെ രോഗമെന്ന വാക്കുകൊണ്ടും അല്ലെങ്കിൽ രോഗമെന്ന് നമ്മൾ വിളിക്കുന്നു. പക്ഷെ ഇതിനിടയിലുള്ള സൈക്കിന്റെയും അവയവത്തിന്റെയും അഥവാ ഓർഗന്റെയും ഇടയിലുള്ള ബ്രെയിനിനെ പറ്റി ആരും തന്നെ ചിന്തിക്കുന്നില്ല. സാധാരണഗതിയിൽ നമുക്ക് അറിയാം, ഈ ബ്രെയിൻ ന്യൂറോളജിക്കലി പറയുവാണെങ്കിൽ ബ്രെയിനിനെ പറ്റി എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള ബ്രെയിൻ നമ്മുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ സാധാരണ ഒരു ഡോക്ടർക്ക് അതിനെപ്പറ്റിയുള്ള അറിവ് എത്രമാത്രം ഗുണപ്രദമാകും എന്നും കൂടെ നമ്മളെ GSK പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു ആശയമാണ് ഇന്നത്തെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത്. അപ്പം ആദ്യത്തെ നിയമമാണ് നമ്മൾ പറഞ്ഞ പോലെ ദ കൺഫ്ലിക്റ്റ്. രണ്ടാമത്തേതാണ് ദ 2 ഫേസ് ഓഫ് ദി ഡിസീസ്. അതായത് 2 ഫേസുകളുണ്ട്. ഓരോ രോഗത്തിനും അല്ലെങ്കിൽ ഓരോ ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാമിന് 2 ഫേസുകളുണ്ട്. ഒന്ന് ഒരു കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസും മറ്റൊന്ന് ഒരു ഹീലിംഗ് ഫേസും അല്ലെങ്കിൽ കൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസ് ഓർ റിസൊല്യൂഷൻ ഫേസ്. പക്ഷെ നമ്മൾ ഈ റിസൊല്യൂഷൻ ഫേസ് ഒക്കെ നമ്മളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പൊ ന്യൂമോണിയയുടെ സ്റ്റേജസ് ഓഫ് ന്യൂമോണിയ നമ്മളിപ്പോ പണ്ട് പഠിച്ചിട്ടുണ്ട്. സ്റ്റേജസ് ഓഫ് കൺജഷൻ, സ്റ്റേജസ് ഓഫ് ഹെപ്പറ്റൈസേഷൻ ആൻഡ് സ്റ്റേജസ് ഓഫ് റിസൊല്യൂഷൻ. അപ്പോൾ ഏതൊരു രോഗത്തിനും റിസൊല്യൂഷൻ ഉണ്ട്. ഒരു അക്യൂട്ട് കേസിലാണെങ്കിൽ പോലും റിസൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾക്കിപ്പം ഈ ഒരു ആശയത്തിൽ റിസൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ നമ്മളുടെ അടുത്തെത്തുന്ന രോഗികളെല്ലാം തന്നെ കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിനെ കഴിഞ്ഞും കൂടുതലുള്ള കൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസ്, റിസൊല്യൂഷൻ ഫേസിലാണ് നമ്മളെ എത്തുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും ക്യൂർ ഉണ്ടാകുന്നത്. പക്ഷെ കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ എത്തുന്നവർക്ക് ആ ക്യൂർ ഉണ്ടാകുന്നില്ല. ഹീലിംഗ് ഫേസിൽ എത്തുമ്പം നമുക്ക് ഏത് തരത്തിലുള്ള ചികിത്സ കൊണ്ടും പലപ്പോഴും ക്യൂറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, ക്യൂർ ഉണ്ടാകുക തന്നെ ചെയ്യുന്നു.
അതാണ് ടു ഫേസ് ഓഫ് ദി ഡിസീസ്. അപ്പോൾ നമ്മുടെ അടുത്തെത്തുന്ന രോഗത്തിന്റെ ഫേസ് ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹീലിംഗ് ഫേസിലാണ് എങ്കിൽ നമുക്ക് വളരെ എളുപ്പമായി ഈ രോഗിയെ ചികിത്സിക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഓൾറെഡി അയാളുടെ സൈക്കിൾ രോഗത്തെ മാറ്റുന്നതിനായിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മൂന്നാമത്തെ ലോ ആണ് നമ്മൾ ഓൺടോജനിക് സിസ്റ്റം ഓഫ് ജേം ലെയേഴ്സ്. അത് കഴിഞ്ഞ ദിവസം ഡോക്ടർ വർഗീസ് അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ക്ലാസ് എടുത്തിരുന്നു. അതായത് നമ്മുടെ ശരീരത്തിൽ 3 ജെർമിനൽ ലെയർ, പ്രധാനമായിട്ടും എക്ടോഡേം, എൻഡോഡേം, മീസോഡേം. അതിൽ മീസോഡേം 2 ഉണ്ട്, ഓൾഡ് മീസോഡേം ആൻഡ് ന്യൂ മീസോഡേം. സോ എൻഡോഡേം, മീസോഡേം ആൻഡ് എക്ടോഡേം, ഈ ജേം ലെയറുകൾ വഴിയായിട്ടാണ് ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന ഏത് അവയവത്തിൽ ഒരു ചേഞ്ചസ് ഉണ്ടായാലും ആ ചേഞ്ചസിനെ മനസ്സിലാക്കുന്നതാണ് മൂന്നാമത്തെ നിയമം. നാലാമത്തെ നിയമമാണ് ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് മൈക്രോബ്സ്. മൈക്രോബ്സിന്റെ റോൾസ് സാധാരണഗതിയിൽ നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത്, ഡിസീസിന് എല്ലാത്തിൻ്റെയും കാരണം മൈക്രോബ്സ് അല്ലെങ്കിൽ രോഗാണുക്കളുടെ ആക്രമണമാണ്. രോഗാണുക്കൾ പുറത്തു നിന്ന് നമ്മളെ ആക്രമിച്ചിട്ടാണ് കീഴടക്കുന്നത് എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വളരെ രൂഢമൂലം, അതായത് ഇൻഫെക്ഷൻ തിയറി എന്നാണ് അതിനെ നമ്മൾ അറിയപ്പെടുന്നത്. ശരിക്കും ഇൻഫെക്ഷൻ തിയറിക്ക് മുമ്പ് നമുക്ക് രോഗങ്ങൾ എങ്ങനെയാ ഉണ്ടായതെന്ന് വെച്ചാൽ, ഒരു 100 കൊല്ലം മുമ്പ് രോഗത്തിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എന്തായിരുന്നു രോഗകാരണം എന്ന് പറയപ്പെടുന്നത് തന്നെ പൈശാചിക അല്ലെങ്കിൽ നമ്മുടെ പ്രേത ഭൂത പിശാചിന്റെ ഒരു എന്താ പറയണ്ടേ ആഹനം അല്ലെങ്കിൽ അവരുടെ ഒരു ഇടപെടൽ മൂലമായിരുന്നു രോഗമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് രോഗങ്ങൾ എന്ന് പറയുന്നത് എക്സോർഷനാണ്. രോഗങ്ങൾ ചികിത്സയിൽ പലപ്പോഴും ഈ ഉച്ചാടനമാണ് പലപ്പോഴും വരുന്നത്. ഉച്ചാടനം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ആണ് നമ്മൾ ഇപ്പോൾ ജേം തിയറിയിലേക്ക് എത്തുന്നത്. ജേം തിയറിയിൽ മൈക്രോബ്സിനെ കണ്ടെത്തി, ബാക്ടീരിയയെ കണ്ടെത്തി, അതിനുശേഷം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഒക്കെ ഭാഗമായിക്കൊണ്ട് വന്നപ്പോൾ വൈറസിനെ കണ്ടെത്തി. പക്ഷെ അതിന് ആന്റിബയോട്ടിക്കുകളുടെ കണ്ടെത്തലുണ്ടായി. ആന്റിബയോട്ടിക്കുകളുടെ കണ്ടെത്തിയപ്പോൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇനി രോഗം മൂലം ആരും ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ നമുക്കിപ്പോൾ അറിയാം ജേം തിയറിയിലും അതിന്റെ ആ ഒരു എന്താ പറയുക വിശ്വാസ്യതയില്ലായ്മ, അതിനെപ്പറ്റി കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ ക്ലാസ്സിൽ ഡോക്ടർ വർഗീസ് വളരെ വിശദമായിട്ട് തന്നെ ക്ലാസ് എടുത്തിരുന്നു. ഞാൻ ആ ഒരു ലെവലിലേക്ക് ഇതിപ്പോൾ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ 4-ാമത്തെ നിയമം. 5-ാമത്തെ നിയമം ദ ക്വിൻറ്റിസെൻസ്. അതല്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി പറയാനുള്ള ഓരോ രോഗങ്ങളും നമുക്ക് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്. നമ്മൾ ഇത്രയും കാലത്തെ നമ്മുടെ പഠനത്തിനകത്ത് രോഗങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും എന്തുകൊണ്ടുണ്ടാകുന്നു, എന്താണ് സംഭവിക്കുന്നത്, വാട്ട്, വൈ, ഹൗ, വെൻ, ഈ വാക്കുകളാണ്. പക്ഷെ GSKയിലാണ് വൈ, എന്തിനൊരാൾക്ക് രോഗമുണ്ടാകണം, എന്തിനു വേണ്ടിയിട്ടാണ് രോഗം, അതായത് ദ പർപ്പസ് ഓഫ് ബയോളജിക്കൽ പർപ്പസ് ഓഫ് ഡിസീസ്. അതിനെപ്പറ്റി ഉള്ള ഒരു പഠനമാണ്. അപ്പോൾ ഒരു ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാം എന്ന് പറയുന്നത് അതിന് പിന്നിൽ ഒരു കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെപ്പറ്റി അത് മനസ്സിലാക്കലാണ് ഈ 4 നിയമങ്ങളും കൂട്ടിച്ചേർന്നുകൊണ്ടാണ് 5 നിയമങ്ങൾ. ഈ 5 നിയമങ്ങൾ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. നമുക്ക് നമ്മുടെ അടുത്തെത്തുന്ന എല്ലാ രോഗികൾ എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് ഒഴിവാകും. 1 പോയ്സണിങ്, 2 ട്രോമ മീൻസ് ആക്സിഡൻസ്, അങ്ങനെയുള്ള അല്ലെങ്കിൽ പരിക്ക് പറ്റുന്നതിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ. പിന്നെ എന്തെങ്കിലും കുറവുകൾ, പോയ്സണിങ്, കുറവുകൾ എന്ന് പറഞ്ഞാൽ സ്കാർസിറ്റി ദാരിദ്ര്യം കൊണ്ടോ അതല്ലെങ്കിൽ തെറ്റായ ഭക്ഷണക്രമങ്ങൾ മൂലം ഉണ്ടാകുന്ന ചേഞ്ചസുകൾ ഈ ഗ്രൂപ്പിലേക്ക് വരുന്നില്ല. അതല്ലാതെയുള്ള നമ്മുടെ അഫോറിസം നമ്പർ 16 അഫോറിസത്തിൽ കൺസെപ്ച്വൽ ഡൈനാമിക് ഡിസീസ് എന്നതാണ് നമ്മളുടെ ഈ മേഖല. അവിടെ ഇന്നിപ്പോൾ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് ബ്രെയിൻ കൺട്രോൾ സെന്ററിലായ ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്നുള്ള കൺട്രോൾ സെന്ററുകൾ, ബ്രെയിൻ സ്റ്റെമ്മിന്റെ കൺട്രോൾ സെന്ററിലുള്ള അവയവങ്ങളും ആ അവയവങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കൺഫ്ലിക്റ്റുകളുമാണ്. പലപ്പോഴും നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കൺഫ്ലിക്റ്റുകൾ പറയേണ്ടതെങ്കിലും നിയമങ്ങൾ അതിന്റെ കൃത്യമായ ഓർഡറുകൾ ഡോക്ടർ വർഗീസിന്റെ ക്ലാസ്സുകൾ എല്ലാ ആഴ്ചകളിലും തന്നെ വരുന്നുണ്ട്.
അതുകൊണ്ട് നിയമങ്ങൾ അതിന്റെ ഓർഡറിൽ ഡോക്ടർ വർഗീസ് എടുക്കും. നമുക്കിപ്പോൾ ഇന്ന് ബ്രെയിൻ സ്റ്റെം കൺട്രോൾഡ് ഓർഗൻസ് അവരുടെ കൺഫ്ലിക്റ്റിനെ പറ്റി ഇന്ന് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടത് പ്രകാരം. ഇപ്പം ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി നമുക്ക് എന്തറിയാം? പലപ്പോഴും നമ്മളാരും ശ്രദ്ധിക്കാത്ത ഒരു മേഖലയാണ് നമ്മുടെ തലച്ചോറില്. ബ്രെയിൻ സ്റ്റെമിനെ വിളിക്കുന്നതാണ് ഓൾഡ് ബ്രെയിൻ. ഓൾഡ് ബ്രെയിൻ എന്നുള്ള വാക്കിനർത്ഥം എല്ലാ ജീവജാലങ്ങളിലും ഏകകോശ ജീവികളല്ലാതെയുള്ള ബഹുകോശ ജീവികൾ എന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ എല്ലാ ജീവജാലങ്ങളിലെയും കൺട്രോൾ ചെയ്യുന്നത്, ഇപ്പൊ മത്സ്യങ്ങൾ തൊട്ട് കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ സ്റ്റെം ആണ്. ഈ ബ്രെയിൻ സ്റ്റെം ഉണ്ടായി ഓരോ ഇവല്യൂഷൻസിന്റെ ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് ബ്രെയിൻ ഉണ്ടായി വന്നത്. അപ്പോൾ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു അവയവമാണ് ബ്രെയിൻ സ്റ്റെം, പോൺസ് എന്ന വിളിക്കുന്ന ബ്രെയിൻ സ്റ്റെം. അപ്പൊ ബ്രെയിൻ സ്റ്റെമ്മിന്റെ കൺട്രോൾ സെന്ററുകൾ ഏതൊക്കെയാണ്? ബ്രെയിൻ സ്റ്റെമ്മിലെ എവിടെയൊക്കെ കാര്യങ്ങളെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ആ കൺട്രോൾ സെന്ററുകളിൽ നിന്നുണ്ടാകുന്ന തകരാറുകൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമുക്ക് ഒരു ഒരു അതിനെപ്പറ്റി ഒരു വിഹക വീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു കൃത്യമായ ഒരു വളരെ ആഴത്തിലല്ല, നമ്മൾ ഒരു ഏകദേശം ഒരു ആശയത്തിൽ കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. ബ്രെയിൻ സ്റ്റെം എന്ന അവയവം അതിനുശേഷം ഈ വെള്ളത്തിൽ നിന്നും ജീവൻ കരയിലേക്ക് പറിച്ച് മാറ്റപ്പെട്ടപ്പോൾ, അത് നേരെ നിൽക്കാൻ തുടങ്ങിയപ്പോൾ, അത് കഴിഞ്ഞിട്ട് നാലുകാലിൽ നിന്നും അത് കഴിഞ്ഞ് നേരെ നിന്നപ്പോൾ സെറിബെല്ലം ഉണ്ടായി. അത് കഴിഞ്ഞ് സെറിബെല്ലം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം സെറിബ്രൽ കോർട്ടക്സ്, മെഡുല ഉണ്ടായി, പിന്നെ സെറിബ്രൽ കോർട്ടക്സ്. ഇതെല്ലാം എവല്യൂഷൻസിന്റെ ഓരോ കാലഘട്ടങ്ങളിലും കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഈ കൂട്ടിച്ചേർക്കപ്പെട്ടതിൽ ഏറ്റവും ആദ്യമേ ഉണ്ടായത്, എവല്യൂഷൻസിലെ ഏറ്റവും ആദ്യത്തെ ഒരു ഭാഗമാണ് ബ്രെയിൻ സ്റ്റെം. അപ്പോൾ ബ്രെയിൻ സ്റ്റെമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ സാധാരണഗതിയിലെ എല്ലാ ജീവജാലങ്ങളിൽ കൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ വിഷയങ്ങൾ കൂടുതലുണ്ട്. മനുഷ്യന് മാത്രമല്ല, കൂട്ടമായിട്ട് ജീവിക്കുന്ന ആനകൾക്കാണേലും അതല്ല ഹെർഡ് കൂട്ടത്തിൽ ജീവിക്കുന്ന കഴുകൻ അല്ലെങ്കിൽ എന്നാ പറയുന്ന കുറുക്കന്മാർ, കുരങ്ങന്മാർ, ആന, ആട്, ഇങ്ങനെയുള്ള പല ഹെർഡുകളായിട്ട് നടക്കുന്ന അതിലെല്ലാ ജീവജാലങ്ങൾക്കും തന്നെ സാധാരണഗതിയിൽ കോർട്ടിക്കൽ കൺട്രോളാണ് കൂടുതലുള്ളത്. അപ്പൊ നമുക്ക് കോർട്ടക്സ്, മനുഷ്യനിലാണ് ഏറ്റവും കൂടുതൽ കോർട്ടക്സ് വികസിച്ചിരിക്കുന്നത്, സെറിബ്രൽ കോർട്ടക്സ്. കോർട്ടക്സ് വികസിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ കൺഫ്ലിക്റ്റിന്റെ അളവുകളും കൂടിയിരിക്കുന്നത്. പക്ഷെ എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള പ്രശ്നമാണ് ഭക്ഷണം, വായു, ഭക്ഷണം, ഡിഫൻസ് സിസ്റ്റവും പ്രൊക്രിയേഷനും. അപ്പൊ ഡിഫൻസ് സിസ്റ്റം പല ജീവജാലങ്ങളിലും കുറവാണെങ്കിലും ഇത് മൂന്ന് ഫങ്ഷൻസ് ഏറ്റവും പ്രധാനമായിട്ടുണ്ട്: റെസ്പിറേഷൻ, ഡൈജഷൻ ആൻഡ് പ്രൊക്രിയേഷൻസ്. ഈ മൂന്നെണ്ണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺട്രോൾ സെന്റർ എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റെം ആണ്. ഞാൻ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിരുന്ന അത് ആരെങ്കിലുമൊക്കെ നോക്കിയിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. ബ്രെയിൻ സ്റ്റെം നമ്മളൊരു CT സ്കാൻ എടുത്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും ആദ്യമേ ഏതൊരു CT സ്കാനിന്റെ ആദ്യമേ നൽകുന്ന ഫോട്ടോസ് ഒന്ന് ബേസ് ഓഫ് ദി സ്കൾ, പിന്നെ ബ്രെയിൻ സ്റ്റെം, സെറിബെല്ലമാണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു ത്രികോണാകൃതിയിൽ കുറച്ച് കാര്യങ്ങൾ കാണുന്നു, അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു CT സ്കാൻ നമുക്ക് കുറച്ചു കാലം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും എനിക്ക് റീഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, എന്നാലും ഏകദേശം നമുക്ക് സ്ലോലി ഇത് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് റീഡ് ചെയ്യാനും നമുക്ക് സാധ്യമാണ്. അതിൽ തന്നെ ബ്രെയിൻ സ്റ്റെമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ ആ ബ്രെയിൻ സ്റ്റെമ്മിന് തകരാറ് മൂലം എന്തെല്ലാമാണ് നമുക്ക് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ആ ലിസ്റ്റിൽ ഇട്ടിരുന്നത് പ്രകാരം ബ്രെയിൻ സ്റ്റെമ്മിലുള്ള കൺട്രോൾ സെന്ററുകൾ വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ബ്രെയിൻ സ്റ്റെമ്മിന്റെ റൈറ്റ് സൈഡിൽ തൊട്ട് ആന്റി ക്ലോക്കോയിസിസ് ആയിട്ടാണ് കൺട്രോൾ സെന്ററുകൾ പോണത്. മൗത്ത് ആൻഡ് ഫാരിങ്സ്, റൈറ്റ് ലങ് ആൽവിയോളെ, stomach, esophagus, stomach, right middle ear, right choroid, liver, pancreas, duodenum, small intestine, kidney collecting tubules. എന്ന് പറയുമ്പോൾ കിഡ്നിയിലെ 3 ജെർമിനൽ ലെയറിൽ നിന്നുള്ള ഭാഗമുണ്ട്. അതിൽ KCT അഥവാ കിഡ്നി കളക്ടിങ് ട്യൂബ്യൂൾസിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റെമ്മിലാണ്. അത്
പിന്നെ തിരിഞ്ഞു വരുമ്പോൾ ലെഫ്റ്റ് കിഡ്നി കളക്ടിങ് ട്യൂബ്യൂൾസ്, അപ്പൻഡിക്സ്, സീക്കം, ലാർജ് അസെൻഡിങ് കോളോൺ, ട്രാൻസ്വേഴ്സ് കോളോൺ, ഡിസെൻഡിങ് കോളോൺ, ലെഫ്റ്റ് കൊറോയിഡ്, ഐറിസ്, ലെഫ്റ്റ് മിഡിലിയർ, റെക്ടം, ബ്ലാഡർ മ്യൂക്കോസ. ഇതൊരു റിംഗ് ഷേപ്പിലാണ് ഈ ഒരു കൺട്രോൾ സെന്ററുകളെല്ലാം വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും നടുക്ക് യൂട്രസ് ആൻഡ് പ്രോസ്റ്റേറ്റ്. ഇത്രയുമാണ് ഞാൻ തന്ന ആ ഇന്ന് രാവിലെ ഇട്ടിരുന്ന ആ പിക്ചറിൽ നിങ്ങളൊന്ന് പിന്നെ പോയി നോക്കുക. ഇത്രയും ഭാഗമാണ് നമ്മുടെ കൺട്രോൾ സെന്റർ. ഇപ്പോഴും ഇതൊന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഇതൊന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലേക്ക് വരും. ഇത് ഒരു ദിവസം കൊണ്ട് വന്നില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഉള്ളിലേക്ക് ഈ അറിവുകളെല്ലാം പൂർണ്ണമായിട്ടും നമുക്കെത്തും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കഴിഞ്ഞും പ്രധാനപ്പെട്ട സിസ്റ്റമാണ് റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ പക്ഷേ ഈ എൻഡോഡെർമൽ സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബ്രെയിൻ സ്റ്റെമ്മിലുള്ള എന്ത് സെല്ലും എൻഡോഡെർമൽ സെൽസിലാണ് ഉണ്ടാക്കുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റം ആണെങ്കിലും റെസ്പിറേറ്ററി സിസ്റ്റം ആണെങ്കിലും ജെനിറ്റോ യൂറിനറി സിസ്റ്റം ആണെങ്കിലും ഇവിടെ എല്ലാം എൻഡോഡെർമൽ സെൽസ് ആണ്. എൻഡോഡെർമൽ സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഇവിടെയെല്ലാം ഉള്ള കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സെൽ പ്രോലിഫറേഷൻ ആണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്യൂമർ ഫോർമേഷൻ ആണ് കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ ഉണ്ടാവുക. അതൊരിക്കലും ഒരു വ്യക്തി അറിയുന്നില്ല. കൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസിൽ അതിന്റെ അൾസറേഷൻ ആണ് ഉണ്ടാവുക, അത് നഷ്ടപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ 2 തരത്തിലുള്ള സെൽ മാറ്റങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. ഒന്ന് സെൽ ലോസ് അല്ലെങ്കിൽ നെക്രോസിസ്, അൾസറേഷൻ, സെൽ നഷ്ടപ്പെടുക എന്നുള്ളത്. അതല്ലെങ്കിൽ സെൽ ഉണ്ടാകുക എന്നുള്ളത്. എൻഡോഡെർമൽ സെൽസുകളിൽ ബ്രെയിൻ സ്റ്റെം കൺട്രോൾ ഓർഗൻസിൽ എല്ലാത്തിലും ആ കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സെൽ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ട്യൂമർ ഫോർമേഷൻ, സലൈവറി ഗ്ലാൻഡ് ട്യൂമർ ഫോർമേഷൻസ്, അല്ലെങ്കിൽ ഈസോഫാഗസിൽ ഒരു ട്യൂമർ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ ഒരു ട്യൂമർ ഉണ്ടാകുന്നു, ലിവറിൽ ഒരു ട്യൂമർ ഉണ്ടാകുന്നു, ലാർജ് ഇൻഡസ്റ്റൈനിൽ ഒരു ട്യൂമർ ഉണ്ടാകുന്നു, റെക്ടത്തിൽ ഒരു ട്യൂമർ ഉണ്ടാകുന്നു. ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ, ഒരു കൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ, സംഘർഷം ഉണ്ടാകുമ്പോൾ ഇവിടെയെല്ലാം കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സെൽ പ്രോലിഫറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര കാലമാണോ പ്രോലിഫറേഷൻ, എത്ര കാലമാണോ കൺഫ്ലിക്റ്റ് നീണ്ടു നിൽക്കുന്നത്, അത്രയും കാലവും ഇത് പ്രോലിഫറേറ്റ് ചെയ്യും. അതിനുശേഷം കൺഫ്ലിക്റ്റ് റിസൊല്യൂഷൻ സ്റ്റേജിൽ ആ പ്രോലിഫറേഷൻ നഷ്ടപ്പെട്ടത് അൾസറേഷൻ ഉണ്ടാകും. അൾസറേഷൻ ഉണ്ടാകുമ്പോൾ ഹീലിംഗ് തുടങ്ങി എന്നാണ് അതിനർത്ഥം. എനിക്കൊരിക്കലും ഒരു ഈസോഫാജിയൽ ക്യാൻസറുമായിട്ടൊരു രോഗി എത്തിയിരുന്നു. ഈസോഫാജിയൽ ക്യാൻസർ. അപ്പൊ അത് ഏകദേശം ഒരു എൻഡോസ്കോപ്പിക് എക്സാമിനേഷൻസിൽ അൾസറേറ്റീവ് സ്റ്റേജാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൺഫ്ലിക്റ്റ് ആക്റ്റീവ് സ്റ്റേജ് കഴിഞ്ഞ് ഹീലിംഗ് സ്റ്റേജിലാണ്. അപ്പോൾ അവരുടെ പ്രോബ്ലം, അവരുടെ വീട്ടിൽ അവർക്ക് ചില കാര്യങ്ങൾ വിഴുങ്ങാൻ പറ്റാത്തതായിട്ട്, അവർക്ക് യോജിക്കാൻ പറ്റാത്തതായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് അവർക്ക് ഈ വിഷയം വന്നത്. അപ്പം ഹീലിംഗ് ഫേസ് ആണ്. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആ കേസ് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അങ്ങനെ കൈകാര്യം ചെയ്ത് ഏകദേശം 2 വർഷത്തോളം ഇനി ഭക്ഷണമൊന്നും കഴിക്കാൻ മേലാത്ത ഒരു വ്യക്തിക്ക് 2 വർഷത്തോളം അവർ ജീവിച്ചിരിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതേ പ്രോബ്ലം തന്നെ അവർക്ക് ഉണ്ടാകുകയും ചെയ്തപ്പോഴാണ് അവർക്ക് വീണ്ടും ആ രോഗം വന്നു. അവർക്ക് ആ രോഗത്തിൽ അവർ മരണപ്പെട്ടു പോവുകയും ചെയ്തു. 70 വയസ്സുള്ള ഒരാളായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ കൺഫ്ലിക്റ്റ് ഈ ബ്രെയിൻ സ്റ്റെം കൺട്രോളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് കാണേണ്ടത് മോർസൽ കൺഫ്ലിക്റ്റ് ആണ്. മോർസൽ കൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, മോർസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുവാണെങ്കിൽ വയറ്റിപ്പഴപ്പെന്ന് പറയല്ലേ. നമ്മളെല്ലാവരും പറയുന്നത് എല്ലാ സാധനവും നമ്മൾ വയറ്റിപ്പഴപ്പിനായിട്ടാണ് ചെയ്യുന്നത്. വയറ്റിപ്പിഴപ്പ് ഭക്ഷണത്തിന് വേണ്ടി. ചങ്ക് കൺഫ്ലിക്റ്റ് എന്നും ചില ഓതേഴ്സ് പറയാറുണ്ട്. ഡോക്ടർ ഹാമർ തന്നെ മോർസൽ കൺഫ്ലിക്റ്റ് എന്നാണ്. മോർസൽ കൺഫ്ലിക്റ്റ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ. ഭക്ഷണം കാണുക, ഭക്ഷണം അത് ശരിയായ ഭക്ഷണമാണോ തിരിച്ചറിയുക, ഭക്ഷണം കൃത്യമായ സമയത്ത് കഴിക്കുക, ആ ഭക്ഷണം നല്ലതാണോ എന്ന് തീരുമാനിക്കുക, അത് ഡൈജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സെക്രീഷൻ നടത്തുക, അത് കഴിച്ച ഭക്ഷണത്തെ നമ്മൾ നമ്മൾ വിഴുങ്ങുക, മൂവ് ചെയ്യിക്കുക, മോട്ടോർ ഫങ്ഷൻ എന്നതിനെ വിളിക്കുക, അതിനുശേഷം അബ്സോർഷൻ ചെയ്യുക, ലാസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യുക. ഇത്രയുമാണ് മോർസൽ കൺഫ്ലിക്റ്റിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് ലോവർ ഫോംസ് ഓഫ് ആനിമൽസിൽ
മോർസൽ കൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അവർ കൃത്യമായ ഒരു മോർസൽ കൺഫ്ലിക്റ്റ് അവരുടെ ഭക്ഷണ പദാർത്ഥം മാത്രമാണ്. പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് പലപ്പോഴും ഒരു ട്രാൻസ്പോസ്ഡ് ആയിട്ട് നമുക്ക് നിത്യജീവിതത്തിൽ ജോലി അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്ന കാര്യങ്ങൾ ഇതൊക്കെ മോർസൽ കൺഫ്ലിക്റ്റ് ആയിട്ട് തന്നെ കാണാറുണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് മോർസൽ കൺഫ്ലിക്റ്റ് ആണ്. ലങ്സിന്റെ ഇപ്പൊ ഈ ഒരു കാര്യം വരുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വൻകുടലിൽ ഒരു മുഴയുണ്ടായി, അല്ലെ വൻകുടലിൽ ക്യാൻസർ ഉണ്ടായി, അല്ലെങ്കിൽ ചെറുകുടലിൽ ഒരു മുഴയുണ്ടായി, അല്ലെങ്കിൽ ചെറുകുടലിൽ ക്യാൻസർ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാൾക്കൊരു മോർസൽ കൺഫ്ലിക്റ്റ് ഉണ്ട് എന്നാണ്. നമ്മൾ തിരിച്ചു ചിന്തിക്കും. അപ്പോൾ നമുക്ക് പലപ്പോഴും രക്തത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അയാളുടെ ഒരു മോർസൽ കൺഫ്ലിക്റ്റിന്റെ ഭാഗമായിക്കൊണ്ട് അയാളുടെ ശരീരത്തിൽ നിന്നുമുള്ള എക്സ്ക്രീറ്റ ശരിയായ രീതിയിൽ പുറത്തു പോകുന്നില്ല. എക്സ്ക്രീറ്റയുടെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ട്രാൻസ്പോർട്ട് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഏബിൾ ടു ഗെറ്റ് റിഡ് ഓഫ് സംതിങ്. ചില പ്രശ്നത്തിനകത്ത് നിന്ന് നമുക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ മോർസൽ കൺഫ്ലിക്റ്റിന്റെ ഫലമായിട്ട് റെക്ടൽ കംപ്ലൈന്റുകൾ ഉണ്ടാവും. റെക്ടൽ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഉള്ള ആൾക്കാർക്ക് റെക്ടൽ ക്യാൻസർ, അഡിനോകാർസിനോമ തന്നെയാണ്. മറ്റൊന്നുള്ളത് മോർസൽ കൺഫ്ലിക്റ്റ് അഥവാ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിലും എല്ലാ സിസ്റ്റത്തിലും എന്ത് ക്യാൻസർ വന്നു കഴിഞ്ഞാലും അതെല്ലാം അഡിനോകാർസിനോമയായിരിക്കും. വേറെ ഒരു ക്യാൻസറിനോമയും ഇല്ല. അഡിനോകാർസിനോമ ദ ഓൺലി ക്യാൻസർ വി ഫൈൻഡ് ഇൻ ദ ബ്രെയിൻ സ്റ്റം കൺട്രോൾഡ് എൻഡോഡെർമിസ് അഡിനോകാർസിനോമ. അപ്പൊ നമ്മളൊരു രക്തത്തിലുള്ള ഒരു കാര്യത്തിന് ബയോപ്സി ചെയ്യാൻ പോകാതെ തന്നെ നമുക്ക് പറയാം അത് അഡിനോകാർസിനോമ ആയിരിക്കും എന്ന് 100% നമുക്ക് പറയാൻ കഴിയും. അപ്പൊ നമ്മൾ ഒരു മോർസൽ കൺഫ്ലിക്റ്റ് എന്ന വാക്ക് ആണ് നമ്മൾ കൂടുതലായിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ കേൾക്കുന്നത്. മോർസൽ കൺഫ്ലിക്റ്റിനെ ഭക്ഷണം കാണുന്നത് വരുന്ന സമയത്ത് അത് നമുക്ക് കണ്ണിന്റെ ടിയർ ഗ്ലാൻഡിന്റെ കൺട്രോൾ സെന്ററും അവിടെ വരുന്നുണ്ട്. ടിയർ ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ബ്രെയിൻ സ്റ്റം കൺട്രോൾഡാണ്. സലൈവറി ഗ്ലാൻഡിൽ ഉണ്ടാകുന്നതും സലൈവറി ഗ്ലാൻഡ് എന്തെങ്കിലും ഒരാൾക്ക് ഇപ്പം ഉമിനീരിൽ ഇല്ലാതിരിക്കുക, ഉമിനീരും കണ്ണുനീരും ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഈ ഗ്ലാൻഡുകൾക്കുണ്ടാകുന്ന പ്രോബ്ലങ്ങൾ മൂലം അതിന് വിളിക്കുന്നതാണ് ജോഗ്രൻ സിൻഡ്രോം. ഒരു ഓട്ടോ ഇമ്മ്യൂൺ കംപ്ലൈന്റ് ആയിട്ടാണ് അതിനെ നമ്മൾ കാണുന്നത്. പക്ഷെ നമുക്ക് കൃത്യമായിട്ടുള്ള മെഡിസിൻ നൽകിക്കൊണ്ട് ഈ വിഷയങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് ജോഗ്രൻ സിൻഡ്രോം ഒക്കെ പൂർണ്ണമായിട്ട് മാറ്റിയ കേസുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. മോർസൽ കൺഫ്ലിക്റ്റിൽ അതിൽ നമ്മൾ കാണുന്നത് നമ്മൾ പിന്നെയുള്ളതാണ് സലൈവറി ഗ്ലാൻഡിൽ പിന്നെ വരുന്ന ഒരു പ്രശ്നമാണ് നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുക. ഭക്ഷണം ശരിയായ രീതിയിൽ വിഴുങ്ങാൻ സാധിക്കാതിരിക്കുക. അത് പക്ഷേ ജീവജാലങ്ങൾക്കുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പറയുന്നത് നോട്ട് നോയിങ് വെദർ ദ ഫുഡ് ഈസ് ഗുഡ് ഓർ നോട്ട്. അപ്പൊ നമുക്ക് കഴിക്കുന്ന ഭക്ഷണം നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാൻ ആണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ചെക്കിങ് ദ ക്വാളിറ്റി ഓഫ് ദി ഫുഡ്. അപ്പോൾ അത് ഫുഡിനെ പറ്റി മാത്രമല്ല, അപ്പൊ നമുക്ക് ശരിക്കും നമ്മുടെ സെൻസ് ഓർഗൻസ് എടുക്കുവാണെങ്കിൽ കണ്ണ്, ചെവി, ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ് 3 സെൻസ് ഓർഗൻസ് ഉള്ളത്. ഭക്ഷണത്തിന് വേണ്ടി മാത്രമുള്ളതാണ് മണവും രുചിയും. കണ്ണ് ഭക്ഷണം കാണുന്നതിന് വേണ്ടി മാത്രമല്ല, ഭക്ഷണം കാണണം, അതിനോടൊപ്പം ശത്രുവിനെ കാണണം, അതിനോടൊപ്പം ഇണയെ കണ്ടെത്തുകയും ചെയ്യണം. ഈ 3 കൺഫ്ലിക്റ്റുകളും ഉള്ളത് ഇത് 3ഉമുള്ളത് കണ്ണിനാണുള്ളത്. മറിച്ച് രുചിയും നാക്കും മൂക്കും ഭക്ഷണത്തിന്റെ ക്വാളിറ്റി കണ്ടെത്തുന്നതിനാണ്. ആ ക്വാളിറ്റിയെ വേണ്ട വിധത്തിൽ കണ്ടെത്താൻ മനസ്സിലാക്കാൻ കഴിയാതാകുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. പലപ്പോഴും കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മള് മൂക്കടപ്പിനോടൊപ്പം അലർജിക് റൈനൈറ്റിസിനോടൊപ്പം തന്നെ പലർക്കും അനോസ്മിയ എന്നൊരു കണ്ടീഷൻ ഉണ്ടാകുന്നു. അനോസ്മിയ എന്ന കണ്ടീഷൻ മണം നഷ്ടപ്പെട്ടു പോകും. മണം നഷ്ടപ്പെട്ടു പോകുന്നവർക്കും ഈ ഒരു വിഷയങ്ങൾ മോർസൽ കൺഫ്ലിക്റ്റ് തന്നെയാണ് ഉണ്ടാകുക. അപ്പോൾ നമുക്ക് മോർസൽ കൺഫ്ലിക്റ്റിനെ പറ്റി കൂടുതൽ പറയുവാണെങ്കിൽ, ട്രാൻസ്പോസ്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ, വയറ്റുപഴുപ്പിന് വേണ്ടി ഒരു ജോലിയുടെ കാര്യം പറയുവാണെങ്കിൽ, ഒരു ജോലി കിട്ടാതിരിക്കുമ്പോൾ, ഒരു ജോലി ലഭ്യമാകാതിരിക്കുമ്പോൾ അത് മോർസൽ കൺഫ്ലിക്റ്റ് ആയിട്ട് തന്നെ വരും. ഇപ്പൊ നമ്മൾ ഭക്ഷണത്തിനെ കാണുന്നതിന് പറയുമ്പോൾ നമുക്കൊരു വസ്തു കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാതിരിക്കുക, നമുക്ക് നിത്യജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാകേണ്ടി വരിക എന്നതും സീയിങ് എ ഫുഡ് എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ്
നോട്ട് ഗെറ്റിംഗ് സംതിങ്. കിട്ടുന്നത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് അത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, നോട്ട് ഏബിൾ ടു ഡൈജസ്റ്റ്, അതും മോശൽ കൺഫ്ലിക്റ്റിനകത്ത് വരികയാണ്. പിന്നെ എന്നുള്ളതാണ് മൂവിങ് ഫർദർ. നമുക്കൊരു സാധനം, ഭക്ഷണം കഴിച്ച സാധനം കുടലിൽ നിന്നും വയറിൽ നിന്നും ചെറുകുടലിലേക്കും അവിടുന്ന് വൻകുടലിലേക്കും പോയി രക്തത്തിലെത്തിയെങ്കിൽ മാത്രമേ നമുക്കത് പുറത്തേക്ക് പോകുന്നുള്ളൂ. അത് നിത്യജീവിതത്തിലെ പ്രശ്നമായിട്ട് പറയുമ്പോൾ, ട്രാൻസ്പോസ്റ്റ് ആയിട്ട് പറയുമ്പോൾ നമുക്കൊരു വളർച്ച ഉണ്ടാകുന്നില്ല. ചിലരുടെ ജീവിതത്തിൽ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് വലിയ ഗുണം കിട്ടുന്നില്ല, വളരുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ആ ഒരു കൺഫ്ലിക്റ്റിലേക്ക് തന്നെ അവർ വരുന്നുണ്ട്. അബ്സോർഷൻസിന്റെ കാര്യം പറയുവാണെങ്കിൽ നോട്ട് ഏബിൾ ടു ഡൈജസ്റ്റ് സംതിങ്, അല്ലെങ്കിൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റാതിരിക്കുക. അത് ഉപയോഗപ്പെടുത്താൻ പറ്റാതിരിക്കുന്ന സമയത്ത് കൂടുതലും പ്രശ്നങ്ങൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, ക്രോൺസ് ലീഷൻസ്, ഇതൊക്കെ പറയുന്നത് നമുക്ക് ഉള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റാതിരിക്കുമ്പോഴാണ്. ക്രോൺസ് ലീഷൻസിലൊക്കെ ഈ രോഗങ്ങളാണ് കൂടുതൽ വരുന്നത്. ഏറ്റവും ലാസ്റ്റ് വൻകുടലിൽ വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ഫീസസ് ഔട്ട് എക്സ്ക്രീഷൻ, പുറത്തോട്ട് എക്സ്ക്രീറ്റഡ് ആയിട്ട് പുറത്തേക്ക് പോവുക. അപ്പൊ നമുക്കതിനെ ഒരു പ്രശ്നത്തിനകത്ത് നിന്ന് നമുക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല, ഒഴിവാക്കാൻ പറ്റുന്നില്ല. നമുക്ക് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ നിൽക്കുക, ഈ പ്രശ്നങ്ങൾ നിൽക്കുക. അപ്പൊ ഞാനൊരു 2 കേസ് പറയാം ഈ സമയത്ത്. മിക്കവാറും പ്രശ്നങ്ങളിൽ ഇപ്പൊ റെക്ടൽ ക്യാൻസർ, ഇന്ന് എൻ്റെ അടുത്തൊരു റെക്ടൽ ക്യാൻസർ ആയിട്ട് ഒരു 3 വർഷം മുമ്പ് വന്ന ഒരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എൻ്റെ ബയോപ്സി ചെയ്ത്, കൊളോണോസ്കോപ്പി ചെയ്ത് ബയോപ്സി ചെയ്തപ്പോൾ അഡിനോകാർസിനോമയാണെന്ന് പറഞ്ഞു. ബ്ലീഡിങ് ആയിരുന്നു. അയാളുടെ പ്രശ്നം, ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. 58 വയസ്സുള്ള ഒരാളാണ്. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. എന്താണ് അയാൾക്ക് ഒഴിവാക്കാൻ ആഗ്രഹിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അയാൾ ഒരു എന്താ പറയണ്ടേ, ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു സംഘടനയിൽ കുറച്ചു കാലം അംഗമായിരുന്നു. ആ സംഘടനയിൽ വന്ന ചില പ്രശ്നങ്ങൾ മൂലം അയാൾക്ക് അത് ഒഴിവാകണമെന്ന് തോന്നി. അപ്പൊ സംഘടനയിലുള്ള ആരുമായിട്ടും അയാൾ വഴക്കുണ്ടാവുകയും ഭയങ്കരമായ അത് വലിയൊരു കൺഫ്ലിക്റ്റിലേക്ക് നയിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് അത് ഉപേക്ഷിച്ചു പോന്നു. പിന്നെ തിരിച്ചെത്തിയത് ഇങ്ങനെയൊരു രോഗമാണ്. പക്ഷെ ഈ പ്രോബ്ലം എല്ലാം കഴിഞ്ഞിട്ട് ഇയാളുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് മാറാതിരുന്നപ്പോഴാണ് എന്താണ് ഈ പ്രശ്നങ്ങൾ മാറാത്തത് എന്ന് ചോദിച്ചപ്പോൾ പിന്നെയാണ് പിടികിട്ടുന്നത്, ശരിക്കും ഇയാളുടെ പ്രശ്നം എന്ന് പറയുന്നത് പുറത്തല്ലായിരുന്നു, വീട്ടിൽ തന്നെയായിരുന്നു. അയാളുടെ പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും പുള്ളിക്ക് ഫാദറായിരുന്നു. പുള്ളിയെ കാണുമ്പോൾ, പുള്ളി ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ പുള്ളി ഒത്തിരി ആ ഒരു മുൻ തലമുറയിൽ, നമ്മുടെ ഇതിനു മുമ്പുള്ള തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനങ്ങൾ മൂലം അവർക്ക് പലപ്പോഴും നഷ്ടപ്പെടലുണ്ടായി. അവർക്ക് ധാരാളം സ്വത്തുകൾ നഷ്ടപ്പെട്ട് സ്ഥലവും വീടും ഒക്കെ വിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഈ കുടുംബം അവരുടെ സ്വന്തം നാടും വീടും വിറ്റ് വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോകേണ്ടി വരികയും ഈ നമ്മുടെ പർട്ടിക്കുലർ രോഗി ഇവിടെ സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് ഗൾഫ് രാജ്യത്തിൽ പോയി കുറേ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കുറെ വർഷത്തിന് ശേഷം അയാൾ തിരിച്ചു വന്ന് അയാൾ നല്ല രീതിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. മാതാപിതാക്കൾ ഇപ്പോഴും കൂടെയുണ്ട്. പക്ഷെ ഇവരെ കാണുമ്പോൾ, ഈ പുള്ളിയെ കാണുമ്പോൾ ഇയാൾക്ക് ഒരിക്കലും അത് മാറുന്നില്ല. ഇപ്പൊ എൻ്റെ അടുത്ത് ഈ രോഗിയെ കിട്ടിയിട്ട് ശരിക്കും 3.5 വർഷമായി. ശരിക്കും പൂർണ്ണമായിട്ടിതും പുള്ളിക്ക് മാറുന്നില്ല. പുള്ളി 1 മാസമൊക്കെ വീട്ടിൽ നിന്ന് മാറി വന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ് കുറയും. അതിനുശേഷം 2 പ്രാവശ്യം കൊളോണോസ്കോപ്പി ചെയ്തു. അപ്പോഴൊന്നും ഗ്രോത്ത് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, പക്ഷെ ഗ്രോത്ത് കുറയുന്നുണ്ട്, ഗ്രോത്ത് വളർന്നിട്ടുമില്ല. അപ്പോൾ അയാളുടെ കാർസിനോമ എന്ന അവസ്ഥ മൂലം അയാൾക്ക് ഉണ്ടാകാമായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി, പക്ഷെ രോഗം മാറിയിട്ടില്ല. അപ്പോൾ ഇനി ഇയാളുടെ രോഗം എങ്ങനെ മാറും എന്നുള്ള ഒരു കാര്യത്തിന്, എങ്ങനെ മാറാനാണ്? പുള്ളി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും പല സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന കുട്ടികളെ പ്രതി, കുട്ടികൾ ഉത്തരവാദിത്വം ഇല്ലാത്തവരാകാം, അതല്ലെങ്കിൽ
ഭർത്താവിനെ പ്രതി അവരുടെ ശരിയായ രീതിയിൽ അവരുടെ ഇത് നൽകുമ്പോൾ നെസ്റ്റ് വറി കൺഫ്ലിക്റ്റ് എന്ന ഒരു ഇതാണ് ബ്രസ്റ്റിനുണ്ടാകുന്നത്. റൈറ്റ് സൈഡ് ആണെങ്കിൽ അത് ടുവേഴ്സ് പാർട്ട്ണർ, ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ടുവേഴ്സ് ചിൽഡ്രൻസ്. അതും പലപ്പോഴും ഇവരുടെ വീട്ടിൽ ഇവർക്കത് പൂർണ്ണമായിട്ട് മാറാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല എന്ന് പലപ്പോഴും എനിക്ക് കണ്ടു. എന്താണെങ്കിലും അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാം. അപ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത് മോർസൽ കൺഫ്ലിക്റ്റ് ഇതാണ്. ഇത്രയുമാണ് നമ്മൾ മോർസൽ കൺഫ്ലിക്റ്റ് എന്ന ഒരു ഒറ്റ വാക്ക് ഇതിനെപ്പറ്റി പറയുവാണ്. പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ഈ ഇത്രയും അവയവങ്ങളിൽ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, സ്റ്റൊമക്, ഫാരിങ്സ്, ലാരിങ്സ്, ഇവിടെ എല്ലാം ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സലേവറി ഗ്ലാൻഡ്, ടിയർ ഗ്ലാൻഡ്, ഇവിടെ എല്ലാ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് മോർസൽ കൺഫ്ലിക്റ്റ് തന്നെയായിരിക്കും. മോർസൽ കൺഫ്ലിക്റ്റ് ആയിട്ട് വരുന്ന വ്യക്തികളിൽ ഈ ഒരു വിഷയങ്ങളാണ് പലപ്പോഴും വരുന്നത്. അവിടെ ഒരു ട്യൂമർ ഉണ്ടായിരിക്കും. ട്യൂമർ അൾസറേറ്റീവ് സ്റ്റേജിലാണെങ്കിൽ അത് മാറാം, പക്ഷെ ഹാങ്ങിങ് ഹീലിംഗ് ആണെങ്കിൽ അത് മാറുന്നതിന് ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് സലൈവറി സ്റ്റോൺസ് ഉണ്ടാവുക. അപ്പോൾ അതിനെയെല്ലാം നമുക്ക് മാറ്റിയിടുന്നതിന് ഈ രോഗികളുമായിട്ടുള്ള ഒരു സംസാരത്തിൽ കൂടി പലപ്പോഴും നമുക്ക് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഹോമിയോപ്പതി മെഡിസിൻസും കൊണ്ട് നമുക്ക് മാറ്റാറുണ്ടാവും. മറ്റൊന്നുള്ളത് ലങ്സ് ആണ്. ലങ് ആൽവിയോളി ഡെത്ത് ഫ്രൈറ്റ് ആണ് അതിന്റെ കൺഫ്ലിക്റ്റ്. ഡെത്ത് ഫ്രൈറ്റ്, മരണഭയം. ശരിക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺഫ്ലിക്റ്റ് ആണ് ഡെത്ത് ഫ്രൈറ്റ്. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ശ്വാസകോശ സംബന്ധമായ രോഗവുമായിട്ട് വരുന്ന എല്ലാവരിലും ഡെത്ത് ഫ്രൈറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാം. 100% ഉറപ്പിക്കാം. അവരിനി മറന്നുപോയതാണെങ്കിൽ മറന്നുപോയി എന്ന് മാത്രമേ ഉള്ളൂ. അവരിൽ ആ ഡെത്ത് ഫ്രൈറ്റ് ഉണ്ടായിട്ടുണ്ടാവും ശ്വാസകോശ രോഗവുമായിട്ട് വരുന്നവരില്ല. പക്ഷെ ബ്രോങ്കസിൽ നമുക്ക് വ്യത്യാസമുണ്ട്. ബ്രോങ്കിയൽ മ്യൂക്കോസയിൽ പലപ്പോഴും ശ്വാസകോശ രോഗങ്ങൾ എന്ന് പറയുന്നതിനകത്ത് ബ്രോങ്കിയൽ മ്യൂക്കോസ വരുന്നുണ്ട്. ബ്രോങ്കിയൽ മ്യൂക്കോസ ടെറിറ്റോറിയൽ ഫിയർ ആണ്. അവിടെ എക്ടോഡിയം ഉണ്ട്. എക്ടോഡിയം ഉള്ളിടത്ത് ടെറിറ്റോറിയൽ ഫിയർ ആണുള്ളത്. പിന്നെ ലിവറിലാണെങ്കിൽ നമുക്ക് സ്റ്റാർവേഷൻ കൺഫ്ലിക്റ്റ് ആണ് വരുന്നത്. ലിവർ പാരൻകൈമ എന്ന് പറയുന്നത് എൻഡോഡെർമൽ സെൽസ് ആണ്. പക്ഷേ സ്റ്റാർവേഷൻ അത് ഈ നമുക്ക് മോർസൽ കൺഫ്ലിക്റ്റുമായിട്ട് തന്നെ ബന്ധപ്പെട്ടതാണ്. അതിനെ നമുക്ക് കൃത്യമായിട്ട് പറയുന്നത് സ്റ്റാർവേഷൻ കൺഫ്ലിക്റ്റ്. സ്റ്റാർവേഷൻ കൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കൃത്യമായ പട്ടിണി എന്ന് അർത്ഥമാക്കേണ്ടതില്ല. നമുക്ക് പട്ടിണിയാകാൻ പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ ജീവസന്ധാരണത്തിന് ആവശ്യമായ കാര്യങ്ങൾ കിട്ടുകയില്ലല്ലോ എന്നൊരു ചോദ്യം വരുമ്പോഴാണ് പലപ്പോഴും സ്റ്റാർവേഷൻ കൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. എനിക്ക് ഈ കഴിഞ്ഞ മാസം കിട്ടിയ ഒരു കേസിൽ സ്റ്റാർവേഷൻ കൺഫ്ലിക്റ്റ് ഉണ്ടായി. അയാൾക്ക് അസൈറ്റിസ് ഉണ്ടായി, ലിവർ സിറോസിസ് വന്നു. ആ അസൈറ്റിസിന് കാരണമായിട്ട് ചിന്തിച്ചത് അവരുടെ ഒരു ബിസിനസ്സിൽ വന്ന ചില പ്രശ്നങ്ങൾ മൂലം എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ ഇല്ലയോ എന്നുള്ള ഈ പുള്ളി, അതായത് സ്റ്റാർവേഷൻസ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ഭയം മൂലമാണ് ഇയാൾക്ക് ഇത്രയും വളരെ സീരിയസ് ആയ ഒരു രോഗമുണ്ടായത്. അതിൽ ഗോൾ ബ്ലാഡർ ആൻഡ് ബൈൽ ഡക്ട് അതിൽ വരുന്ന സമയത്ത് ടെറിട്ടോറിയൽ ആങ്കർ ആണ് വരുന്നത്. ടെറിട്ടോറിയൽ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കവറിങ്സിൽ ഇന്നർ ലെയറിനെ കവർ ചെയ്തിരിക്കുന്നത് എക്ടോഡിയം കൊണ്ടാണ്. പിന്നെ നമുക്ക് പറയേണ്ടത് പ്രോസ്റ്റേറ്റ് എന്ന് പറയുമ്പം പ്രോസ്റ്റേറ്റും യൂട്രസ്. പ്രോസ്റ്റേറ്റിൽ 3 കൺഫ്ലിക്റ്റ് ആണുള്ളത്. ഒന്ന് ജെൻഡർ കൺഫ്ലിക്റ്റ്, മെയ്റ്റിംഗ് കൺഫ്ലിക്റ്റ് ആൻഡ് സെക്ഷൽ കൺഫ്ലിക്റ്റ്. ജെൻഡർ കൺഫ്ലിക്റ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബീയിങ് എ മെയിൽ, അയാൾ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടുക, ആണെന്ന നിലയിലുള്ള അയാളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ജെൻഡർ കൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ജെൻഡർ കൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെന്റ് ആണ് വരുന്നത്. BPH എന്ന് പറയുന്നത് പലപ്പോഴും ജെൻഡർ കൺഫ്ലിക്റ്റിന്റെയോ അതല്ലെങ്കിൽ മെയ്റ്റിംഗ് കൺഫ്ലിക്റ്റിന്റെയോ അല്ലെങ്കിൽ സെക്ഷൽ കൺഫ്ലിക്റ്റിന്റെയോ ഭാഗമാണ്. ഈ 3 കൺഫ്ലിക്റ്റുകളും വളരെ ചേർന്ന് പോകുന്നതാണ്. അത് പ്രോസ്റ്റേറ്റിന്റെ ആണ്. അതിനോടൊപ്പമാണ് യൂട്രസ് ആൻഡ് ഫലോപ്പിയൻ ട്യൂബ്സ്. ഫലോപ്പിയൻ ട്യൂബ്സ് ആൻഡ് യൂട്രസിലും വരുന്നതും ഇതുപോലെ തന്നെ ജെൻഡർ കൺഫ്ലിക്റ്റ് ഉണ്ട്. കൺഫ്ലിക്റ്റ് റിലേറ്റഡ് ടു സെക്ഷുവാലിറ്റി ഇൻ ഫീമെയിൽ, കൺഫ്ലിക്റ്റ് റിഗാർഡിംഗ് അൺവാണ്ടഡ് പ്രഗ്നൻസി, നോട്ട് ഗെറ്റ് പ്രഗ്നൻസി, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആകാൻ സാധിക്കുന്നില്ല എന്ന അവസ്ഥയിലും യൂട്രസിന്റെ അഡിനോകാർസിനോമ ഉണ്ടാകാം. അതല്ലെങ്കിൽ നമ്മൾ യൂട്രസിന്റെ ഫൈബ്രോയിഡ് എന്ന അവസ്ഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത് പലപ്പോഴും കുട്ടികൾ ഉണ്ടാകാത്തവരിൽ അല്ലെങ്കിൽ കുട്ടികൾ പ്രഗ്നന്റ് ആകാൻ സാധിക്കുന്നില്ല, ചൈൽഡിന്
വേണ്ട രീതിയിൽ വളർത്താൻ സാധിക്കുന്നില്ല എന്ന ആ അവസ്ഥയിൽ വരുന്നതാണ്. യൂട്രൈൻ മ്യൂക്കോസയാണെങ്കിൽ ഇച്ചിലൂടെ പ്രശ്നമുള്ളതാണ്. സെക്ഷൽ കൺഫ്ലിക്റ്റ് ആണ്. ഡിസ്റിഗാർഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേഡിയെ അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസ് വരുമ്പോൾ ഡിസോണേഡ്, ഡർട്ടീഡ്, ഒരു സ്ത്രീ എന്ന നിലയിൽ അവരെ അപമാനിക്കുക എന്നൊരവസ്ഥ ഉണ്ടായാൽ, ഒരു ലേഡി എന്ന നിലയിൽ ഒരു സ്ത്രീയെ, പ്രത്യേകിച്ചും പോസ്റ്റ് മെനപ്പോസൽ ഏജിൽ, മെനപ്പോസിന് മുമ്പ് മറ്റു ഭാഗങ്ങളിലാണ് കൂടുതലും സാധ്യതയുള്ളത്. പക്ഷെ മെനപ്പോസിന് ശേഷം അപമാനം കൂടുതൽ സഹിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, ഒഫൻഡഡ് ആസ് വിമൻ, ഒഫൻഡഡ് ഓർ ഡിസ്റിഗാർഡഡ് ഓർ ഡിസോണേഡ് ആസ് വിമൻ, ഇപ്പൊ യൂട്രൈൻ മ്യൂക്കോസയിൽ ഉണ്ടാകുന്ന അഡിനോകാർസിനോമയാണകം അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം. പിന്നെയുള്ളതാണ് കിഡ്നി കളക്ടിങ് ട്യൂബ്യൂൾസ്. കിഡ്നി കളക്ടിങ് ട്യൂബ്യൂൾസിന്റെ കൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 3 തരത്തിലുള്ള കൺഫ്ലിക്റ്റ് ആണുള്ളത്. എക്സിസ്റ്റൻസ് കൺഫ്ലിക്റ്റ്, റെഫ്യൂജി കൺഫ്ലിക്റ്റ് ആൻഡ് എക്സിസ്റ്റൻസ് റെഫ്യൂജി അബാൻഡമെന്റ്. ഈ 3 തരത്തിലുള്ള കൺഫ്ലിക്റ്റുകൾ KCT കൺഫ്ലിക്റ്റ്. ബ്രെയിൻ സ്റ്റം, ഈ ബ്രെയിൻ സ്റ്റമ്മിൽ ഇത്രയും കൺഫ്ലിക്റ്റ് ആണ് സാധാരണഗതിയിൽ നമുക്ക് കൂടുതലുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ ഒന്നിലധികം കൺഫ്ലിക്റ്റോ ഒരേ സമയം ഒരാൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു കൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, അത് നമുക്കൊരു ഡിസീസ് ആയിട്ട് വരും. പക്ഷെ ഒരേ സമയം 2 കൺഫ്ലിക്റ്റ് ഉണ്ടാകുമെങ്കിൽ അതിന് നമ്മൾ ബ്രെയിൻ സ്റ്റം കൺസ്റ്റലേഷൻ എന്ന് പറയും. കൺസ്റ്റലേഷൻ എന്ന വാക്കിനർത്ഥം ഒരു കൂട്ടം, നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടത്തിനെയാണ് കൺസ്റ്റലേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു കൂട്ടമായിട്ട് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും അനുഭവിക്കുക. അപ്പം ഒരു കൺസ്റ്റലേഷൻപ്പെട്ട് വരുന്ന ഒരു വ്യക്തിക്ക് രോഗത്തിനോടൊപ്പം തന്നെ മാനസികമായ ചില പ്രശ്നങ്ങളിലൂടെ വരാറുണ്ട്. ആ മാനസിക പ്രശ്നത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡിസോറിയന്റേഷൻ ഉണ്ടാകുകയാണെങ്കിൽ അതിനർത്ഥം ആ വ്യക്തിയിൽ 2 ഭാഗത്തും കൺഫ്ലിക്റ്റ് ഉണ്ടായി. 2 ബ്രെയിൻ സ്റ്റമിന്റെ 2 സൈഡിലും ഒരേ സമയത്ത് 2 കൺഫ്ലിക്റ്റുകൾ ഉണ്ടായി. പുവർ സെൻസ് ഓഫ് ഡയറക്ഷൻ, നമുക്ക് കൃത്യമായ ഒരു സ്ഥലം തിരിച്ചറിയാൻ പറ്റാതെ വരിക. അതുപോലെ തന്നെ സ്ഥലകാലത്തെ പറ്റി ഒരു വേക്കൻറ്റ് ലുക്ക് ആകുക. ഇതെല്ലാം ഈ ചില രോഗങ്ങളായിട്ട് വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ലോസ് ഓഫ് സെൻസ് ഓഫ് ടൈം, നമുക്ക് സമയത്തെ പറ്റി ഒരു ബോധ്യം ഉണ്ടാകുക, കൺഫ്യൂഷൻ ഉണ്ടാകുക. ഇതെല്ലാം കൺസ്റ്റലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തികളിലാണ് പലപ്പോഴും ഇത് കാണുന്നത്. കോമാ വിജിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയുമുണ്ട്. പിന്നെ ഇതിന്റെ ഒരു സ്വഭാവമാണ് നമ്മൾ ഹോർഡിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അനാവശ്യമായ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഒരു കൊല്ലം മുമ്പ് നമ്മൾ പത്രത്തിൽ വായിച്ചിരുന്നല്ലോ, ഒരു വില്ലേജ് ഓഫീസിലുള്ള ഒരു ജോലിക്കാരൻ മറ്റുള്ളവരിൽ നിന്നും ഷർട്ടും പൈസയും എല്ലാം മേടിച്ച് സൂക്ഷിച്ച് വീട്ടിൽ വെച്ചേക്കുകയാണ്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞല്ല, ഉപയോഗിക്കാത്ത 10 ഷർട്ട് കിട്ടിയെന്നും ഏകദേശം 35 ലക്ഷത്തോളം രൂപ പുള്ളിയുടെ മുറിക്കകത്തു നിന്ന് കിട്ടിയെന്നും അതുപോലെ ഒത്തിരി സാധനങ്ങൾ കിട്ടിയെന്നും നമ്മൾ 1 വർഷം മുമ്പ് ഒരു ന്യൂസ് വായിച്ചില്ലേ. ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അയാളുടെ കൺസ്റ്റലേറ്റഡ് ആണ്. അയാൾക്ക് എന്നെങ്കിലും ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ എന്നെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇത് ഉപയോഗിക്കേണ്ടി വന്നേക്കാം എന്നുള്ള ഒരു ആശയത്തിലാണ് അദ്ദേഹം ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുന്നത്. ചില ആൾക്കാർ ഇങ്ങനെ ഓരോരോ വസ്തുക്കൾ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും കമ്പൾസീവ് അക്യൂമുലേഷൻ ഓഫ് സർട്ടൺ തിങ്സ്, അത് ബ്രെയിൻ സ്റ്റം കൺസ്റ്റലേഷന്റെ ഒരു ഭാഗമാണ്. കൺസ്റ്റലേഷനെ പറ്റി ഞാനിപ്പോൾ ഇത് ഈ സമയത്തങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബ്രെയിൻ സ്റ്റെമ്മിനെ പറ്റി കൂടുതൽ നമ്മൾ വായിക്കണം. കൂടുതൽ വായിച്ച് ഇത്രയും കൺഫ്ലിക്റ്റുകളായിട്ട് ഒരു രോഗി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിലെ പ്രോബ്ലം എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റം റിലേറ്റഡ് ഓർഗൻസ് ആയ റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, ജെനിറ്റോ യൂറിനറി സിസ്റ്റം ഇവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ പിന്നെ ഒരു ഭാഗം കൂടിയാണ് പാങ്ക്രിയാസിലും ഇതേ രീതിയിൽ തന്നെയുള്ള കൺഫ്ലിക്റ്റ് ആണ്. അവിടെ കുറച്ചൊരു പാങ്ക്രിയാറ്റിക് ഡക്റ്റില് ടെറിട്ടോറിയൽ ഫിയറും കൂടി ഉണ്ടാകുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഈ ബ്രെയിൻ സ്റ്റം റിലേറ്റഡ് കൺഫ്ലിക്റ്റുകൾ. അപ്പം കൺഫ്ലിക്റ്റുകൾ ഏതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മോസൽ കൺഫ്ലിക്റ്റ്, ഡെത്ത് ഫ്രൈറ്റ് കൺഫ്ലിക്റ്റ്, സ്റ്റാർവേഷൻ കൺഫ്ലിക്റ്റ്, ജെൻഡർ കൺഫ്ലിക്റ്റ് or mating conflict,
ഇത്രയും ആണ് ബ്രെയിൻ സ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മളൊന്ന് ഏകദേശം ഒന്ന് learninggmm.com-ലെയോ അതല്ലെങ്കിൽ ഡോക്ടർ വർഗീസ് ഇതിനെപ്പറ്റി അദ്ദേഹത്തിന്റെ ഡെയിലി ക്ലാസ്സസുകളിൽ ഡെയിലി ഈ കോവിഡ് കാലത്ത് 400 ദിവസം തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ എടുത്തിരുന്നു. ഒരു ദിവസം 5 മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെ ഓഡിയോ ക്ലിപ്പുകളുണ്ട്. അത് അദ്ദേഹം യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഗ്ലോബൽ GNM സൈറ്റിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അത് കേൾക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കിട്ടും. ഇത്രയുമാണ് ഈ ഒരു ബ്രെയിൻ സ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കൺഫ്ലിക്റ്റുകൾ. ഡോക്ടർ അനിത, എന്തെങ്കിലും ഡോക്ടർ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ചോദിച്ചിൽ ഡോക്ടർ അനിത, ഇപ്പൊ പിന്നെ ഇന്നിപ്പോ എന്താണേലും ഇങ്ങനെയൊരു അവസരം ഉണ്ടായി. വളരെ നല്ല രീതിയിൽ പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് 7 വർഷം മുമ്പ് ഡോക്ടർ വർഗീസിന്റെ ഏറ്റവും ആദ്യത്തെ ക്ലാസ് കണ്ണൂരിൽ വെച്ച്, അന്ന് ഏകദേശം 130ഓളം ആൾക്കാർ പങ്കെടുത്തിരുന്നു. അതിനുശേഷം ആൾക്കാരെല്ലാം കരുതിയിരുന്നത് ഇത് എന്തോ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരും ഇതിന് വളരെ മുന്നോട്ട് പോയില്ല. ഞാൻ അന്നു മുതലേ ഈ ഒരു ആശയത്തിന്റെ പുറകെ പോയിരുന്നു. അതുകൊണ്ട് ഏകദേശം ഇപ്പോൾ എല്ലാവരും കൺഫ്ലിക്റ്റ് എന്നുള്ള വാക്കുകൾ കേൾക്കുന്നുണ്ട്. ജീവിത സംഘർഷങ്ങൾ എന്ന വാക്ക് കേൾക്കുന്നുണ്ട് കൂടുതലായിട്ട്. ഈ സംഘർഷങ്ങൾ നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും അതിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു ആശയം വഴി ഉണ്ടാകുന്നത്. ഇന്ന് ഞാൻ രാവിലെ കൊടുത്ത 2-3 പിക്ചറുകളുണ്ട്. ആ പിക്ചറുകൾ എല്ലാവർക്കും കണ്ടു കാണുമെന്ന് ഞാൻ കരുതുന്നു. ചില ആൾക്കാർ അതിനുശേഷമാണ് ജോയിൻ ചെയ്തത്. 9:45 എന്തെങ്കിലും ചോദിക്കാന്നുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ചോദിക്കാം. ഹലോ സാർ. ഹലോ സാർ, ഗ്രൂപ്പിൽ ഇട്ട പിക്ചേഴ്സ് എല്ലാം വളരെയധികം പ്രയോജനപ്രദമാണ്. ഗ്രൂപ്പിലിട്ട പിക്ചേഴ്സ് ഒക്കെ വളരെയധികം പ്രയോജനപ്രദമായിരുന്നു. ഗ്രൂപ്പിലിട്ട പിക്ചേഴ്സേ ഓക്കെ അതിലാ പിന്നെ എൻഡോഡേമിന്റെ അല്ലെങ്കിൽ ഓൾഡ് മീസോഡേം, ന്യൂ മീസോഡേം, എക്ടോഡേമിന്റെ ഒക്കെ ആ ഒരു ഏറ്റവും യുണീക് ഫീച്ചേഴ്സ് അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ മോർസൽ പ്രൊട്ടക്ഷൻ, എബിലിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ അല്ലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് ശരിക്കും ഇവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പം മനുഷ്യൻ താഴത്തെ തട്ടിൽ നിന്നും സാംസ്കാരികമായിട്ട് ഉയർന്ന നിലവാരത്തിലേക്ക് വരുന്ന ഒരു ഗതി തന്നെയാണ് ഈ നമ്മളതിൽ കാണുന്നത്. പിന്നെ എനിക്ക് അതിലതൊരു സംശയം വന്നത്, ഈ മ്യൂക്കോസ എപ്പോഴും എക്ടോഡെർമൽ ആയിട്ടാണോ ഇതിൽ പറയുന്നത്? മ്യൂക്കസ് ലൈനിങ് ഇല്ല, അങ്ങനെ പറയത്തില്ല. മ്യൂക്കോസ എല്ലാം എക്ടോഡേം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഏറ്റവും കൊളോൺ മ്യൂക്കോസ അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റെസ്റ്റൈനൽ മ്യൂക്കോസ എന്ന് പറയുന്നത് എൻഡോഡേമാണ്. അതേസമയം നമുക്ക് ഓറിഫൈസിൽ നിന്നും ഇൻവജിനേറ്റ് ചെയ്ത ഭാഗങ്ങളാണ് എക്ടോമെലിയം ഉള്ളത്. അതായത് ബക്കൽ ക്യാവിറ്റി, നോസ്ട്രിൽസ്, യൂറിത്ര, വജൈന, റെക്ടം. അതായത് ശരിക്കും ഇത് നമ്മുടെ ശരീരത്തിനെ ഒരു ഡബിൾ ട്യൂബ് ആയിട്ട് എടുക്കുവാണെങ്കിൽ അകത്തൊരു ട്യൂബ്, പുറത്ത് വേറൊരു ട്യൂബ്. അതിൽ ഈ ട്യൂബിൽ അകത്തേക്ക് ഇൻവജിനേറ്റ് ചെയ്തിപ്പെട്ട ഭാഗങ്ങളാണ് കൂടുതലും ഉള്ളത്. പക്ഷെ അതുകൂടാതെയുള്ള എക്ടോഡേമാണ് നമ്മുടെ പെരിയോസ്റ്റിയം. അത് എന്താ പറയണ്ടേ, എംബ്രിയോളജിക്കലി എല്ലാ ബോണിന്റെയും കവറിങ് എക്ടോഡേം ആയിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ബോൺ പെയിൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ എപ്പോഴും ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അൾസറേഷൻ ഉണ്ടാവുകയും കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ അൾസറേഷനാണ് ബോൺ പെയിനിൽ വരുന്നത്.
അപ്പം അടുത്ത ദിവസവും നമുക്ക് ഇനി ഡോക്ടർ വർഗീസിന്റെ ക്ലാസ്സുകൾ ഉണ്ടാകും. നമുക്ക് ഇനി വീണ്ടും ഇപ്പൊ ഈ രീതിയിൽ ഒരു ക്ലാസ് എടുക്കുന്നത് കൊണ്ട് ഗുണകരമാകുന്നുണ്ടോ അനിത ഡോക്ടറെ അല്ലെ വർഗീസ് ഡോക്ടറെ? ഞാനിപ്പോ ഇന്ന് എഴുതിക്കുന്ന രീതിയിൽ, കാരണം ഒരു കൺട്രോൾ സെന്ററിനെ വെച്ചിട്ടുള്ള കാര്യം പറയുക. അപ്പൊ കൺട്രോൾ സെന്ററിനെ പറ്റി ഒരു അറിവുണ്ടാകും. എഫക്റ്റീവായി നല്ലതായിട്ട് തോന്നുന്നുണ്ട്. നന്നായിട്ട് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വിധത്തിലാണ് സാറിന്റെ പ്രസന്റേഷൻ. സാറ് വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് പ്രസന്റ് ചെയ്ത. ബേസിക്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് ബേസിക്സ് പഠിക്കാൻ പറ്റുന്നതില്ല. ഈ ശരിക്കും ഈ ക്ലാസിന്റെ ലക്ഷ്യം പഠനമല്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതൊരു നമുക്കൊരു പരിചയപ്പെടുത്തൽ മാത്രമാണ്. കാരണം ഒരു പരിചയപ്പെടുത്തൽ മാത്രമേ ഇവിടെ സാധ്യമാവുകയുള്ളൂ. നമുക്ക് ഈ ബ്രെയിനൊക്കെ ഇപ്പൊ പലപ്പോഴും എന്തിന് ഞാനിത് പഠിക്കണം എന്നൊരു ചോദ്യം ചോദിക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ 2-3 മെഡിസിൻ പഠിച്ചാൽ പോരെ. പക്ഷെ നമുക്ക് പലപ്പോഴും വാക്കുകൾ കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഇതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ കരുതുന്ന രീതിയിലല്ല ഇത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ഒരു രോഗി, ഇന്നലെയാണോ മിനിങ്ങാന്നാണോ, 3 വർഷമായിട്ട് മൂക്കൊലിപ്പായിരുന്നു. 3 വർഷമായിട്ട് 69 വയസ്സുള്ള ഒരു ലേഡിയാണ്. കടുത്ത മൂക്കൊലിപ്പ്. മൂക്കൊലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവരിങ്ങനെ എപ്പോഴും ഇങ്ങനെ പല മരുന്നുകൾ കഴിച്ചിട്ടൊന്നും മാറിയിട്ടില്ല. ഒരു നെടുങ്കണ്ടത്തെങ്ങാണ്ടുള്ളതാണ് താമസം. അപ്പം ഞാൻ സംസാരിച്ചത് ഇപ്പം ഇത് നമ്മുടെ ചുറ്റുപാടെല്ലാം സുഖകരമല്ല. അപ്പോൾ ഒരു അപകടകരമായ ചുറ്റുപാടുമാണ് വെളിയിൽ. അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ഈ അവരുടെ വീടാണ് അവരുടെ പ്രശ്നം. അനാവശ്യമായ തോന്നലുകൾ, അനാവശ്യമായ പ്രശ്നങ്ങൾ. ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ആ മൂക്കൊലിപ്പ് മാറി. അവർ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവർ അത്രമാത്രം അവർക്ക്, അല്ലെങ്കിൽ എന്തൊരു മെഡിസിൻ കൊടുക്കും, നമ്മൾ ആഴ്സനിക്ക് കൊടുക്കുവോ, വലിയസപ്പ് കൊടുക്കുവോ, സബാഡില കൊടുക്കുവോ. പലപ്പോഴും നമുക്കൊരു ധാരാളം മെഡിസിൻസിന്റെ ഒരു ആധിക്യമുണ്ട് ഹോമിയോപ്പതിയിൽ. ഒരു കംപ്ലൈന്റ് ആയിട്ട് വരുമ്പോൾ ഒരു സ്പെസിഫിക് മെഡിസിൻ അല്ലല്ലോ നമുക്കുള്ളത്. നമുക്ക് ഒരു റെപ്പർട്ടറി എടുത്ത് നോക്കുകയാണെങ്കിൽ 100 കണക്കിന് മെഡിസിൻസ് ഉണ്ട്. അതിൽ ഏതാണ് മെഡിസിൻ കൊടുക്കുക എന്നുള്ള കാര്യത്തിലാണല്ലോ നമ്മുടെ പ്രശ്നം. പക്ഷെ നമുക്ക് ആ ഒരു പ്രശ്നത്തിനെ നമുക്ക് അഭിമുഖീകരിക്കുന്നതിനകത്ത് നിന്ന് വളരെ പെട്ടെന്ന് തന്നെ അതിനോടൊപ്പം ഒരു മെഡിസിൻ കൂടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് പോകും. ഇപ്പം ഈ പലപ്പോഴും നമ്മൾ കൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇത് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിൽ ഡീപ്ലി ബെറീഡാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സ് ഇതിനെ വളരെയധികം ആഴത്തിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ആ കുഴിച്ചു മൂടിയതിൻ്റെ ഒരു കഴിഞ്ഞ ഞായറാഴ്ചത്തെ GNM ക്ലാസ്സിൽ ഡോക്ടർ ഡാനി കരളിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു 30 വർഷമായിട്ട് 30 വർഷമായിട്ട് ഒരു കുട്ടിക്ക് ചുമയാണ്. ഒരു പെൺകുട്ടിക്ക് വന്നത് 30 വർഷമാണ്. 31-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം ഇവരുമായിട്ട് സംസാരിച്ചു. 20 വർഷമായിട്ട് ചുമ. അതിൽ ചില കാലഘട്ടങ്ങളിൽ ചുമ കുറയും, ചില കാലഘട്ടങ്ങളിൽ ചുമ കൂടും. അപ്പൊ ചുമ പറഞ്ഞ കഠിനമായ ചുമ. ആ ചുമയ്ക്ക് എന്ത് കാരണമാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഒരു ടെറിട്ടോറിയൽ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ടെറിട്ടോറിയൽ ത്രെറ്റ് അല്ലെ ടെറിട്ടോറിയൽ പ്രോബ്ലമാണ് ഒരു ബ്രോങ്കിയൽ കഫിന്റെ ഒരു കാരണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏത് കാലഘട്ടത്തിൽ തുടങ്ങിയെന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിനൊരു ടൈം ലൈൻ എഴുതി കൊടുക്കാൻ പറഞ്ഞു. ടൈം ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു രോഗമുണ്ടായിരുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതക്രമങ്ങളെ എഴുതി വെച്ചു. അങ്ങനെ എഴുതി വെച്ചപ്പോൾ ആദ്യമേ പറഞ്ഞ് 25-ാം വയസ്സിൽ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ബന്ധുക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിൽ 20-ാം വയസ്സിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മറ്റുള്ളവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 15-ാമത്തെ വയസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതുമല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു 15-ാമത്തെ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളും കൂടി എഴുതി. അവർക്ക് ഒരു സെക്ഷൽ അബ്യൂസ് നേരിടേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ ഒരു ത്രെറ്റ്. ആ സെക്ഷൽ അബ്യൂസ് ഉണ്ടായപ്പോൾ അവരുടെ ശരീരം പ്രതികരിച്ചത് ഇതൊരു അപകടകരമായ ഒരവസ്ഥ എന്നുള്ളതാണ്. അപ്പോൾ അന്ന് മുതൽ അവർക്ക് പിന്നെ അവരുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിലെല്ലാം ഒരു റിലേഷൻഷിപ്പ്, ഏതെങ്കിലും ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാകുമ്പോൾ മാത്രം അവർക്ക് ചുമയുണ്ടായി. അത് വർഷങ്ങളോളം നീണ്ടു വന്നു. അപ്പൊ 10-20 വർഷം ഓരോ കാലഘട്ടത്തിലും ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് പോകുമ്പോൾ, അപ്പോൾ അന്നാലും ഒക്കെ 10-ാമത്തെ വയസ്സിൽ നടന്ന ആ ഒരു അബ്യൂസിനെ ബ്രെയിൻ ഓർത്തിരുന്നു. അന്നേരം അപകടകരമായ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ അവര് വീണ്ടും ചുമയ്ക്കാൻ തുടങ്ങും. ഈ ഒരു വിഷയത്തിനെ
ഈ ടൈം ലൈനും കൊണ്ട് മാറ്റിയ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിഞ്ഞു എന്നൊരവസ്ഥ. പക്ഷെ സാധാരണഗതിയിൽ പലപ്പോഴും നമ്മൾ ഇതിനെ ഹാങ്ങിങ് ഹീലിംഗ് അല്ല ട്രാക്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ അതിനൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ ഒരു അവബോധം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമ്പോൾ നമുക്ക് പലപ്പോഴും ഏത് തരത്തിലുള്ള ഒരു രോഗത്തിനെ പോലും നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്നുണ്ട് എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും അന്നത്തെ ക്ലാസ്സിൽ, എനിക്ക് തോന്നുന്നു ഡോക്ടർ ദേവാനന്ദ് അന്നത്തെ ക്ലാസ് കയറിയിരുന്നു. ഡോക്ടർ വർഗീസ് ഉണ്ടായിരുന്നു, ഡോക്ടർ ദേവാനന്ദ് മാത്രം അന്നത്തെ ക്ലാസ്സിൽ ഈ ഗ്രൂപ്പിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എത്രമാത്രം നമ്മുടെ ശരീരം ഒരു പ്രോബ്ലത്തിനെ ഓർമ്മിക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ടാണ് എനിക്ക് എന്നത് തോന്നി. ഡോക്ടർ ദേവാനന്ദ് ഓർക്കുന്നുണ്ടോ? ഇല്ലെന്നില്ല. ഡോക്ടർ ജി, ഞാൻ അന്ന് കേറിയിട്ടില്ല. ഞായറാഴ്ച അന്ന് ഞാൻ കേറിയിട്ടില്ല. ഓക്കെ, ശരി ശരി ശരി. ഓക്കെ, ഓവർ ടു ഡോക്ടർ വർഗീസ്. ഡോക്ടർ വർഗീസ് ഇന്ന് രണ്ടു വാക്ക് സംസാരിക്കണമല്ലോ. രണ്ടു മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ശശിധരൻ ഡോക്ടർ ഇതിങ്ങനെയൊക്കെ പോയാൽ മതിയോ എന്ന് ചോദിച്ചു. അതിങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി, വളരെയധികം യൂസ്ഫുൾ ആണ്, എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ്. 24 പേര് ഇപ്പോഴും ഉണ്ട്, 26ഓളം പേര് വന്നിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് എൻ്റെ അഭിനന്ദനങ്ങൾ, അപ്രീസിയേഷൻ. ഇനി അത് തുടരുകയും ചെയ്യണം. ഈ ഗ്രൂപ്പിലുള്ളവർക്ക് ഒരു ഇത് മനസ്സിലായി കാണും. അതായത് നമുക്ക് എല്ലാ ദിവസവും തന്നെ ക്ലാസ് എടുക്കാൻ പറ്റിയ ആൾക്കാരൊക്കെ നമുക്കുണ്ട്. മലയാളികൾ മലയാളത്തിൽ ക്ലാസ് എടുക്കാൻ പറ്റിയവർ തന്നെ ഉണ്ട് നമുക്ക്. ചിലരെയൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അവതരിപ്പിക്കാം. അവരൊക്കെ കുറച്ച് സമയം ചോദിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ പ്രശ്നം. എന്തായാലും നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഒരു വലിയ സംഭവമാണ്. അതായത് നമ്മളൊരു ഗ്രൂപ്പ് ഫോം ചെയ്തു. ആ ഗ്രൂപ്പിൽ ഇപ്പം തന്നെ ഒരു 80ഓളം പേര് ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. അത് ഞാനൊരു പ്രത്യേക 89 പേരായി. അപ്പോൾ ഒരു പ്രത്യേക പേഴ്സണൽ സാഹചര്യം കൊണ്ട് എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം ഞാൻ സാധാരണ ക്ലാസ് നടത്തുമ്പോൾ മുൻകൂട്ടി അറിയിക്കുന്ന പോലെ എല്ലാവരെയും അറിയിച്ചിട്ടില്ല. അപ്പോൾ ധാരാളം പേര് ഇനിയും നമ്മുടെ ക്ലാസ്സുകൾ കൂടാൻ വരുമെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ എന്നെ ശ്രമിക്കുന്നവരോട് പറയുവാനുള്ളത്, ഇതൊരു മനുഷ്യ സേവനമാണ്. അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ ബന്ധുക്കൾ, അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയിൽ പെട്ടുകിടക്കുന്നവർ, അല്ലെങ്കിൽ എനിക്ക് സഹായിക്കണമെന്ന് തോന്നുന്നവർ, നമ്മുടെ കുടുംബാംഗങ്ങൾ, ഇവരിലേക്കൊക്കെ ഈ ഒരു മെസ്സേജ് എത്തിക്കാനും അവരെയൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുത്താനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇപ്പം ഡോക്ടർ ശശി പറഞ്ഞ സൺഡേയിലുള്ള ക്ലാസ് എക്സ്ക്ലൂസീവ്ലി ഫോർ പെയ്ഡ് മെമ്പേഴ്സാണ്. ഈ പെയ്ഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു നോമിനൽ ആയിട്ടുള്ളൊരു എമൗണ്ട് ആണ് മേടിക്കുന്നത്. ഒരു വർഷത്തേക്ക് 2360 രൂപ. അത് 360 രൂപ GST ആണ്. വെറും ചെറിയ തുക കൊണ്ട് നിങ്ങൾക്ക് ഒരു വർഷത്തെ മെമ്പർഷിപ്പ് എടുക്കാമെന്ന് മാത്രമല്ല, എല്ലാ സെമിനാറുകളും അല്ല എല്ലാ വെബിനാറുകളും പങ്കെടുക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് ഹോമിയോപ്പതിക്കാർക്ക് മാത്രമായിട്ടുള്ള GSK ബേസ്ഡ് ഹോമിയോപ്പതി മാസ്റ്ററി കോഴ്സ് നടക്കുന്നുണ്ട്. ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് നടത്തുന്നുണ്ട്. അത് കൂടാതെയാണ് നമ്മളിപ്പോൾ മലയാളത്തിലുള്ള ക്ലാസ്സുകൾ തുടങ്ങിയിരിക്കുന്നത്. അത് എൻ്റേത് 13 കഴിഞ്ഞിരിക്കുന്നു, അടുത്ത് 14ാമത്തേതാണ്. ശശിധരൻ ഡോക്ടർ അതുപോലെ ഒരു 5-6 നടത്തി. ഇതിൻ്റെ എല്ലാം റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു 10-15 ഒരുമിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം വീണ്ടും സമയം കിട്ടുന്നതിനനുസരിച്ച് പുറകോട്ട് പോയി വായിക്കാൻ പറ്റും. നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, ഗ്ലോബൽ GSK എന്ന് പറയുന്ന വെബ്സൈറ്റിലുണ്ട് globalgnm.com. യൂട്യൂബ് ചാനലിലുണ്ട് ധാരാളം വീഡിയോസ്. അപ്പം ഒരു കാരണവശാലും ഇതിനെ പ്രാധാന്യം കുറച്ച് കാണിക്കരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ, നിങ്ങൾ ഡോക്ടറാണെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിൻ്റെ ജീവിതത്തിൽ വളരെയധികം ഉപയോഗപ്രദമാകുന്ന ഒരു കാര്യമാണ്. ഒരു വാക്കും കൂടെ, ഇവിടെ ഡോക്ടർ സെബാസ്റ്റ്യൻ ആരാണെന്ന് എനിക്കറിയില്ല. സെബാസ്റ്റ്യൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എല്ലാം മ്യൂക്കസ് മെംബ്രെയിനും എക്ടോഡേം ആണോ എന്ന്. അപ്പം മ്യൂക്കസ് മെംബ്രെയിനെ കുറിച്ച് 2 രീതിയിലാണ് ഈ ലേണിംഗ് ജിനോമിക് പറയുന്നത്. അതായത് സിറസ് മ്യൂക്കസ് മെംബ്രെയിൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഡീപ്പായിട്ടുള്ള, അതാണ് കമ്പോസ്ഡ് ഓഫ് ഇൻറ്റസ്റ്റൈനൽ എപ്പിത്തീലിയമാണ്. യൂട്രസിന് മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ പോലും യൂട്രസിൻ്റെത് സാധാരണ മ്യൂക്കസ് മെംബ്രെയിൻ അല്ല, സിറസ് മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുക, അല്ലെങ്കിൽ
യൂട്രൈൻ മ്യൂക്കോസ എന്ന് പറയും. യൂട്രസിന്റെ അകത്ത് നമുക്കറിയാമല്ലോ മ്യൂക്കസ് മെംബ്രെയിൻ ഇല്ല, പക്ഷെ അതിനെയും മ്യൂക്കോസ എന്ന് പറയുന്നു. അപ്പോൾ അത് എൻഡോഡെം ഡിറൈവേറ്റീവ് ആണ്. അപ്പോൾ ഇൻഡസ്ട്രിനൽ എപ്പിത്തീലിയത്തിൽ നിന്നാണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ നന്നായിരുന്നു ക്ലാസ്. അപ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുക. ഒരു പൊതുജന അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ സർവീസ് ആയിട്ട് കണക്കാക്കുക. നിങ്ങളും പഠിക്കണം, നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. അനിതയ്ക്ക് എപ്പോഴും നന്ദിയുണ്ട്. കാരണം അനിത ഡോക്ടറുടെ ഏക ഇനീഷ്യേറ്റീവിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഡോക്ടർ അനിതയെ എത്ര പ്രശംസിച്ചാലും അനുമോദിച്ചാലും മതിയാവത്തില്ല. അത്രമാത്രം അതൊരു ധൈര്യത്തിന്റെ ഭാഗമാണ്. കാരണം നമ്മൾ മലയാളത്തിലാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ മലയാളം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എല്ലാവരും നിശബ്ദനാക്കാൻ ശ്രമിച്ചിട്ടും ഈ ശബ്ദം മുന്നോട്ട് പോകാനായിട്ട് ഒരു വഴിയൊരുക്കിയത്, ഒരു വഴി വെട്ടിത്തുറന്ന് തന്നത് ഡോക്ടർ അനിതയാണ്. അതുകൊണ്ട് അനിതയ്ക്ക് എപ്പോഴും നന്ദിയുണ്ട്, അപ്രീഷിയേഷൻ ഉണ്ട്, ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കും. താങ്ക് യു ഓൾ. താങ്ക് യു ഓൾ. താങ്ക് യു നമ്മുടെ ഫാക്കൽറ്റിക്ക്, അതുപോലെ നമ്മുടെ സിജ വർഗീസ് സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷന് ഇവിടെ എൻഡ് ചെയ്യാം. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ടു ഓൾ. ഓക്കെ.